മുമ്പ് ഉറ്റ സുഹൃത്തുക്കളായ ശൈത്യയും അനുമോളും വീണ്ടും അടിയുണ്ടാക്കിയിരിക്കുന്നു. മാറ്റർ പഴയ കാര്യത്തിനെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ടുള്ള വഴക്കായിരുന്നു. ശൈത്യ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത്? അതിനുള്ള വ്യക്തമായ കാരണം എനിക്ക് ഇന്നറിയണം. നിന്നോട് ഇത് ചോദിക്കേണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എനിക്ക് അതിനുള്ള മറുപടി തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അനുമോൾ പറഞ്ഞു, നീ കട്ടപ്പയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്നുള്ളത് വൈൽഡ് കാർഡ് വന്നപ്പോൾ എനിക്ക് ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നിന്റെ പ്രവൃത്തികളെല്ലാം കണ്ടപ്പോൾ ഞാനത് എനിക്ക് മനസ്സിലായി. നീ എന്നെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളത്. എന്താണ് അതിന്റെ വ്യക്തമായ കാരണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് എനിക്ക് പറയുവാനും താല്പര്യമില്ല. അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. എനിക്ക് സംസാരിക്കുവാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോവുകയായിരുന്നു. ശൈത്യയുടെ ഒരു ചോദ്യത്തിനും അനുമോൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആ സമയം ശൈത്യ പറഞ്ഞു, നീ മറുപടി പറഞ്ഞിട്ട് പോ. എനിക്ക് ഇതിനുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നീ എന്നെ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആദിലയെയും നൂറയെയും നീ യൂസ് ചെയ്യുന്നു. നിനക്ക് ഞങ്ങളോട് ഒരു ജെന്യൂനിറ്റിയും ഉണ്ടായിട്ടില്ല. നിനക്ക് സത്യസന്ധമായി നിന്നൂടെ എന്നായിരുന്നു ശൈത്യ പറഞ്ഞിരുന്നത്. ആദില പറഞ്ഞു, അവൾ നിന്നെ കട്ടപ്പ എന്ന് വിളിക്കുവാൻ വ്യക്തമായ കാരണമുണ്ടെന്ന് അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. കാരണമുണ്ടെങ്കിൽ അത് പറ അനുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യ വിളിച്ചു കൂവുകയായിരുന്നു. ശൈത്യയെ കട്ടപ്പ എന്ന് വിളിച്ചത് ശൈത്യക്ക് നല്ല വിഷമമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ശൈത്യ പറഞ്ഞു, എനിക്ക് പുറത്തൊരു ജീവിതമുള്ളതാണ്. അതുകൊണ്ട് നീ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞേ പറ്റൂ. ആ പേര് കേൾക്കുവാൻ ഞാൻ ഒട്ടും അർഹതപ്പെട്ടതല്ല. കാരണം നിന്റെ ഓരോ പ്രശ്നത്തിൽ ഞാൻ കൂടെ നിന്നിട്ട് അവസാനം ഞാൻ നിന്റെ PA ആണ് എന്നുള്ള വാക്കെല്ലാം കേട്ടത് ഞാനാണ്. എന്നിട്ട് ഞാൻ മാനസികമായി എത്രത്തോളം തളർന്നു എന്നുള്ളത് നിനക്കറിയാമോ? അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇതിനുള്ള മറുപടി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നാൽ ശൈത്യയോട് ഒട്ടും സംസാരിക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോവുകയായിരുന്നു. നൂറയും ആദിലയും പറഞ്ഞു, പറഞ്ഞിട്ട് പോ എന്ന്. ആ സമയം ആദിലയോടും നൂറയോടും അനുമോൾ പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. ഇത് ഞാനും അവളുമായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആരാണ് എന്നുള്ള തരത്തിലായിരുന്നു അനുമോൾ പറഞ്ഞിരുന്നത്. അവസാനം ശൈത്യയുടെ കൈ വിട്ടുപോയി. ശൈത്യ അവിടെ പൊട്ടിക്കരയുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഒട്ടും ജെനുവിനല്ല, നീ കള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദിലയോടും നൂറയോടും പറഞ്ഞു, നിങ്ങളോട് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് പോലും ഫേക്കാണെന്ന് പറഞ്ഞു. നീ ആ അനീഷേട്ടന്റെ ഇമോഷൻ പോലും വെച്ച് കളിക്കുകയായിരുന്നില്ലേ? ആ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഇമോഷനാണ് നീ വെച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. നിനക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രമാണ് വലുത്. മറ്റുള്ളവരെയെല്ലാം നീ ഒരു ഹ്യൂമൻ ക്യാമറയായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിനക്ക് ഒരു പ്രശ്നവുമില്ല. നിന്റെ PR ഉള്ള ധൈര്യമായിരിക്കും എന്നെല്ലാമായിരുന്നു ശൈത്യ പറഞ്ഞുകൊണ്ടിരുന്നത്. അനുമോളോട് വളരെ പൊട്ടിത്തെറിച്ച രീതിയിലായിരുന്നു ശൈത്യയുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. ശൈത്യക്ക് അത്രമാത്രം വിഷമമുണ്ടായിരുന്നു. കാരണം ശൈത്യ അനുമോളെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ അനുമോളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ ശൈത്യക്ക് അത് താങ്ങാൻ പറ്റിയില്ല. നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഇനി എനിക്ക് ഇതുപോലൊരു ഫ്രണ്ടിനെ ആവശ്യമില്ല എന്നായിരുന്നു ശൈത്യ പറഞ്ഞിരുന്നത്. ആദിലയോടും നൂറയോടും വളരെ വിഷമത്തോടെയായിരുന്നു ശൈത്യ സംസാരിച്ചു കൊണ്ടിരുന്നത്. അവൾ കാരണം പുറത്തുള്ളവരും എന്നെ കട്ടപ്പ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ഞാൻ ആ പേരിന് അർഹതപ്പെട്ടതാണോ? ഇവിടെ നിന്ന് കിട്ടിയ ആ പേര് എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഉപേക്ഷിച്ചു പോകണം. എനിക്ക് അത് എൻ്റെ ജീവിതത്തിലേക്ക് എടുക്കുവാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ക്ലിയർ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ ആദിലയ്ക്കും നൂറയ്ക്കും അനുമോളുടെ സ്വഭാവം നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതലൊന്നും പറയാതെ ശൈത്യയെ സമാധാനിപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.